2019 2014 താരതമ്യപ്പെടുത്തുമ്പോൾ BJP ഏറ്റവും കൂടുതൽ പരാജയ ഭീതി നേരിടുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ മോദി കാ ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞിരുന്ന മോദിയും കൂട്ടരും ഇപ്പോൾ പൂർണ്ണമായും വർഗീയതയിലേക്ക് ചുവടുമാറിയിരിക്കുന്നത്. ഇപ്പോഴിതാ നരേന്ദ്രമോദി മത്സരിക്കുന്ന ഉത്തർപ്രദേശിലെ വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഒരു വാർത്ത പുറത്തു വരികയാണ്. വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ച 38 പേരുടെ പത്രികയാണ് വരണാധികാരി കൂട്ടത്തോടെ തള്ളിയിരിക്കുന്നത്. ഈ തള്ളിയതിൽ പ്രമുഖ പാർട്ടികളുടെ ഉൾപ്പെടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഉൾപ്പെടെ പത്രികയുണ്ട്. നമുക്കറിയാവുന്ന പോലെ നേരത്തെ അമിത്ഷാ മത്സരിക്കുന്ന ഗുജറാത്തിലെ ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിൽ എതിർ സ്ഥാനാർത്ഥികളെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും പിൻവലിപ്പിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ച 55 പേരിൽ 38 പേരുടെ പത്രിക തള്ളിയിരിക്കുന്നത്. ബാക്കി കുറച്ചധികം പേർ അവരുടെ പത്രിക പിൻവലിച്ചു കഴിഞ്ഞു. അതോടെ വാരണാസിയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട്. നരേന്ദ്രമോദി അടക്കം വെറും 7 പേർ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നത്. വാരണാസിയിൽ ഇത്തവണ നരേന്ദ്രമോദിയുടെ പ്രധാന എതിരാളി കോൺഗ്രസിന്റെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയുമായ അജയ് റോയ്. അജയ് റോയ് 2009 മുതൽ ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചു വരുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം വാരണാസിയിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു നേതാവ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം ശക്തമായ മത്സരമാണ് ഇത്തവണ വാരണാസിയിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. വാരണാസിയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2019 26 സ്ഥാനാർത്ഥികളായിരുന്നു വാരണാസിയിൽ നിന്നും ജനവിധി തേടിയതെങ്കിൽ 2014 അത് 42 ആയിരുന്നു. അവിടെ നിന്നാണ് വെറും 7 സ്ഥാനാർത്ഥികളിലേക്ക് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക ചുരുങ്ങിയിരിക്കുന്നത്. വാരണാസി ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ 1952 ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ 1967 തെരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസിന്റെ ഒരു അപ്രമാദിത്യം നിലനിന്നിരുന്ന മണ്ഡലമായിരുന്നു വാരണാസി ലോക്സഭാ മണ്ഡലം. എന്നാൽ 1967 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു CPM സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ചരിത്രവും വാരണാസി ലോക്സഭാ മണ്ഡലത്തിനുണ്ട്. വാരണാസിയിൽ അത്തവണ വിജയിച്ചു കയറിയത് സത്യനാരായൺ സിംഗ് എന്ന CPM സ്ഥാനാർത്ഥിയായിരുന്നു. അതിനുശേഷം വീണ്ടും കോൺഗ്രസ് മണ്ഡലം തിരിച്ചു പിടിച്ചു. അതിനുശേഷം 1977 ഇനി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി തരംഗത്തിൽ ഒരു ജനതാ പാർട്ടി സ്ഥാനാർത്ഥി ഇവിടെ നിന്നും വിജയിച്ചു കയറുകയുണ്ടായി. വീണ്ടും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസ് മണ്ഡലം തിരിച്ചു പിടിക്കുകയുണ്ടായി. എന്നാൽ 1991 മുതൽ ഈ മണ്ഡലത്തിൽ BJP ആണ് തുടർച്ചയായി വിജയിച്ചു വരുന്നത്. 1999 തെരഞ്ഞെടുപ്പ് വരെ ഈ വിജയം BJP ആവർത്തിച്ചു. എന്നാൽ 2004 അപ്രതീക്ഷിതമായി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ചരിത്രവും വാരണാസി ലോക്സഭാ മണ്ഡലത്തിനുണ്ട്. എന്നാൽ 2009 മുരളി മനോഹർ ജോഷി എന്ന മുതിർന്ന BJP നേതാവിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ BJPക്കായി. തുടർന്ന് 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മത്സരിക്കാനായി മുരളി മനോഹർ ജോഷി ഈ മണ്ഡലം ഒഴിഞ്ഞു കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിനുശേഷം 2014 19 ഭൂരിപക്ഷം ഉയർത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ ചെയ്തത്. അതിന് അനുകൂല ഘടകങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2014 ആ ഭരണമാറ്റത്തിന് അനുകൂലമായ തരംഗമാണ് ആഞ്ഞടിച്ചതെങ്കിൽ 2019 പുൽവാമയ്ക്ക് ശേഷമുള്ള പ്രത്യാക്രമണവും അതിൻ്റെ ഭാഗമായി ഉണ്ടായ മോദി തരംഗവും ഒക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം വലിയ രീതിയിൽ ഉയർത്തിയിരുന്നു ഈ വാരണാസി ലോക്സഭാ മണ്ഡലം. നിലവിൽ വാരണാസി ലോക്സഭാ മണ്ഡലത്തിലെ 5 നിയമസഭാ സീറ്റുകളിൽ 4ഇടത്തും BJP MLA-മാരാണ്. ഒരിടത്ത് അപ്നാദൾ സൊനേലാൽ എന്ന BJPയുടെ സഖ്യകക്ഷിയുടെ MLA ആണുള്ളത്. അതുകൊണ്ട് തന്നെ BJPക്ക് വ്യക്തമായ ആധിപത്യമുള്ള മണ്ഡലം തന്നെയാണ് വാരണാസി. പിന്നെയും എന്തുകൊണ്ടാണ് പത്രികകൾ തള്ളാൻ ഇത്ര താല്പര്യം വരണാധികാരി കാണിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. എന്തായാലും വാരണാസിയിലെ വോട്ടിംഗ് ശതമാനം 2014 2019 എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2014 BJPക്ക് 56.37% വോട്ടാണ് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലൂടെ സ്വന്തമാക്കാനായത്. അത്തവണ 2ാം സ്ഥാനത്തെത്തിയത് ആം ആദ്മി പാർട്ടി ആയിരുന്നു, അരവിന്ദ് കെജ്രിവാൾ അവിടെ മത്സരിച്ചതിലൂടെ. 2019 BJP അതിൻ്റെ വോട്ട് വിഹിതം വീണ്ടും ഗണ്യമായി ഉയർത്തി. 63.62% അവരുടെ വോട്ട് വിഹിതം ഉയർന്നു. 2ാം സ്ഥാനത്തെത്തിയത് സമാജ്വാദി പാർട്ടി ആയിരുന്നു. മൂന്നാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസിന്റെ അന്നത്തെ സ്ഥാനം. ആ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയും
കോൺഗ്രസും വെവ്വേറെയായിരുന്നു മത്സരിച്ചിരുന്നത്. അന്നും അജയ് റോയ് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത്തവണ പ്രമുഖ സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ രംഗത്തുള്ളത് BSPയുടെ സ്ഥാനാർത്ഥിയും മറ്റു ചില പ്രാദേശിക ഉത്തർപ്രദേശിലെ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുമാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ പോലും പരാജയ ഭീതി മുന്നിൽ കാണുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഈ കൂട്ടത്തോടെയുള്ള പത്രിക തള്ളൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു.